ഏവർക്കും കർത്താവേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നമുക്ക് ദുഃഖത്തിന്റെ ദിനമാണ്. നമ്മുടെ വലിയ ഇടയനായ ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ വിട്ട് നിത്യത്തിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്നു. 1936 ഡിസംബർ 17 അർജന്റീനയിലെ ബ്യൂണസ് ഐറിസിൽ ജോർജ് മാരിയോ എന്ന പേരിൽ ജനിച്ച അദ്ദേഹം 2013 ആഗോള കത്തോലിക്ക സഭയുടെ 266 മാർപ്പാപ്പയായി ചുമതലയിട്ടു. ലോകത്തോട് സ്നേഹവും കരുണയും കാണിക്കുവാൻ അദ്ദേഹം പഠിപ്പിച്ചു. 2015 മുതൽ 2016 വരെ കരുണയുടെ വർഷമായി അദ്ദേഹം പ്രഖ്യാപിച്ചു. അതിലൂടെ എളിമ, അനുകമ്പ, കരുണ, ക്രിസ്തു സമാന സ്നേഹം എങ്ങനെ പ്രേരിപ്പിക്കണമെന്നും ശീലിക്കണമെന്നും മാർപ്പാപ്പ നമ്മെ പഠിപ്പിക്കുകയായിരുന്നു. എളിമയുടെ വ്യക്തിത്വത്തിന് പേരുകേട്ട വ്യക്തിയായിരുന്നു മാർപ്പാപ്പ. നാനാ മതത്തിൽപ്പെട്ടവർക്കും അദ്ദേഹത്തെ ഇഷ്ടമായിരുന്നു. എളിമ, കരുണ, ക്രിസ്തു സമാന സ്നേഹം എങ്ങനെ കാണിക്കണമെന്നും പങ്കുവെക്കണമെന്നും അദ്ദേഹം ലോകത്തെ പഠിപ്പിച്ചു. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, സഭ വിശുദ്ധരുടെ മ്യൂസിയമല്ല, അത് പാപികളുടെയും വെറുക്കപ്പെട്ടവരുടെയും തിരസ്കരിക്കപ്പെട്ടവരുടെയും ആശുപത്രിയാണ്. യോഹന്നാന്റെ സുവിശേഷം 11:25 ഇപ്രകാരം പറയുന്നു. യേശു അവരോട് പറഞ്ഞു, ഞാനാകുന്നു പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. മാർപ്പാപ്പ ഈ വചനത്തിൽ വിശ്വസിച്ചു, അതിൽ ജീവിക്കുന്നു, നിത്യത്തിലായിരിക്കുന്നു. മാർപ്പാപ്പ ഈ ലോകത്തിലായിരുന്നപ്പോൾ നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് പ്രചോദനമാകട്ടെ. അവിടുന്ന് എളിമയോട് ജീവിക്കാൻ നമ്മെ പഠിപ്പിച്ചു, മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ നമ്മെ പഠിപ്പിച്ചു, ദരിദ്രരൊപ്പം നടക്കാനും ജീവിക്കുവാനും നമ്മെ പഠിപ്പിച്ചു. ഇതായിരുന്നു മാർപ്പാപ്പയുടെ പ്രധാന സന്ദേശം. ഈ സന്ദേശം ക്രിസ്തുവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. 2 തിമോത്തി 4:7 ഞാൻ നല്ല ഓട്ടം ഓടി, നല്ലതുപോലെ പൊരുതി, വിശ്വാസം കാത്തു സൂക്ഷിച്ചു. ഹല്ലേലൂയ. അതുപോലെയാണ് പ്രിയ സഹോദരി സഹോദരന്മാരെ, മാർപ്പാപ്പ നല്ലതുപോലെ ഓടി, നല്ലതുപോലെ അധ്വാനിച്ചു, വിശ്വാസം കാത്തു സൂക്ഷിച്ചു. അത് നമുക്ക് വളരെ പ്രചോദനവും നിത്യത്തിലേക്ക് കടക്കാനുള്ള വലിയൊരു വെളിച്ചവുമായി തീരട്ടെ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, മാർപ്പാപ്പ ഇന്ന് നിത്യത്തിലേക്ക് അവിടുത്തെ തിരുസന്നിധിയിലേക്ക് എത്തിയിരിക്കുകയാണല്ലോ. കർത്താവേ, അവിടെ ഞങ്ങളോടൊപ്പം ആയിരിക്കുമ്പോൾ ഞങ്ങളോട് പറഞ്ഞ വാക്കുകളും എളിമയും കരുണയും മറ്റുള്ളവരുള്ള അനുകമ്പയും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പകർത്തുവാനും അതിലേക്ക് ജീവിക്കുവാനും അങ്ങനെ അവിടുത്തെ സ്നേഹത്തെ മറ്റുള്ളവരെ പങ്കുവയ്ക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകുവാനായി കർത്താവേ, അവിടുത്തെ ആത്മാവിനെ അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പ്രാർത്ഥന